ഡാനിയൊക്കെ ഇപ്പൊ അടുത്ത് കിട്ടിയ ഒരു വർഷം മുമ്പ് അപ്ലൈ ചെയ്തിട്ട് അതിനാളായിരുന്നു തോന്നുന്നല്ലേ. പക്ഷെ ഇത് കുഴപ്പമെന്ന് പറഞ്ഞാൽ ഡേറ്റ് കിട്ടാൻ പിന്നെ ഗ്യാപ്പ് വരും. അപ്പൊ പിന്നെ ആ ടച്ച് പോവും. ഇല്ലില്ല, അവിടെ സ്കൂളിൽ പോയി മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. അത് വരുന്നില്ല, പണി കിട്ടും. എല്ലാം കമ്പ്യൂട്ടറൈസ്ഡാ അവിടെ. എന്താണെങ്കിലും ഇപ്പൊ ആ ടെസ്റ്റ് മാത്രം ചെയ്താൽ പോലെ പിന്നെ എല്ലാം ചെയ്യണം. എല്ലാം ചെയ്യേണ്ടി വരും. ആദ്യം കൂടിയാണ് റിട്ടേൺ മാത്രം വേണ്ട. കാറ്റുണ്ടാക്കാനുള്ള പരിപാടികളല്ല. ഇനിയിപ്പോൾ കൂടുതൽ സ്ട്രിക്റ്റ് ആക്കാൻ പോവാണെന്ന് പറയാനുണ്ട്. മറ്റോ കയറിയപ്പോൾ പാരലൽ പാർക്കിംഗ് കൂടി കൊണ്ടുവരാൻ പോകും. ഈ എച്ച് എന്ന് പറഞ്ഞാൽ പിന്നെ പാരലൽ പാർക്കിങ്ങിലൊക്കെ ചെയ്യുമ്പോൾ പാരൽ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ബോക്സ് പാർക്കിംഗ് എന്ന് പറഞ്ഞല്ലേ, ഇങ്ങനെ എടുത്തിടാൻ വേണ്ടിട്ട്. അത് പോരെന്നാ പറയണത്. അതിലും ബുദ്ധിമുട്ടാണ് എച്ചെടുക്കാൻ പറഞ്ഞത്. എച്ച് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ എടുത്ത് അല്ലേ. मम्मी तो है वाला पता फोटो है अल्जिदा पार्क सिंगम apa ini udah apa lagi. ചിക്കൻ വേണ്ടേ? റോജർ സിസ്റ്ററിന്റെ പേരെന്താ? അനിത. ആ പുള്ളിക്കാരൻ്റെ പേരെന്തോ? പുള്ളിക്കാരൻ്റെ പേരെന്താ? ടൈറ്റസ്. അവരുടെ വീട് എവിടാ? മൈലപ്ര. ഓ, റാന്നി മൈലപ്ര. അവിടെ നിന്ന് അങ്ങനെ ഷോർട്ട് ഉണ്ടല്ലോ. റാന്നി വഴി വരാതെ പോകാൻ പറ്റുമോ? എങ്ങനെ മൈലപ്രയ്ക്ക് പോകണമെങ്കിൽ? കോഴഞ്ചേരി അങ്ങനെ പോയല്ലേ. മൈലപ്രയില അവരുടെ കെട്ടിച്ചേക്കുന്ന പയ്യൻ്റെ വീടേ, റോജിയുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് മൈലപ്രയിലാണ്.
അങ്ങോട്ട് കൊടുത്താൽ വേണോ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുണ്ടല്ലോ പുറത്തേക്ക്. കഴിക്കുന്നതിനേക്കാളും കൂടുതൽ വിളമ്പാനാണ് ആൾക്കാർ. ഇവിടെ ഇരുന്നോ? സോജി അവിടെ അവിടെ ഇരിക്കുക. ഇല്ല മതി, ഞാൻ എടുത്തോളാം. കയ്യിലുള്ള എടുത്താൽ ഞാൻ എടുത്തോളാം. രാജനെ ഇരിക്കുകയാണ്, ഞാൻ എടുത്തോളാം. ചൂടുവെള്ളം അവിടെ ഉണ്ടെന്ന് കപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പച്ചന് ഭയങ്കര ക്ഷീണമാണ്. പപ്പയുടെ പ്രാർത്ഥനയിലും ഭയങ്കര ക്ഷീണമുണ്ട്. ഭയങ്കര ക്ഷീണമുണ്ട്. പ്രാർത്ഥന ഭയങ്കര വല്ലാണ്ട് വലിഞ്ഞ് പ്രവർത്തിക്കണം. കൊറോണ വന്ന പിന്നെ ക്ഷീണിച്ചു. ഭയങ്കര വലിച്ചിലുണ്ട് പ്രാർത്ഥനയ്ക്ക്. ഭയങ്കര എന്തോ ഉണ്ട്. ഞാനിവര് പോയിട്ട് പറയാന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. എന്തോ പോലെ ഉണ്ട്. അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞു അപ്പച്ചി ക്ഷീണിച്ചു. അതല്ല ഇപ്പൊ പ്രത്യേകം ഒരു ഇതുണ്ട്. കപ്പ് വേണോ? ആ ചേച്ചിന് കപ്പ് വേണമെങ്കിൽ തരാം. അവിടെ കൊണ്ടുവച്ച് ആർക്കും വേണ്ടെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ ബിരിയാണി എടുത്തില്ലല്ലോ. അരി ബിരിയാണി ടീമാണ്. ബിരിയാണി വൈകുന്നേരം സിദ്ധനെ വിളിച്ചിട്ട് കഴിപ്പിച്ചു. നല്ല മൂർച്ച പായസവും അപ്പവും നമ്മള് മനുഷ്യരെ ക്ഷണിച്ചില്ല. അങ്ങനത്തെ ഉണ്ട്. എന്താ സൗണ്ട് ഭയങ്കര ഉണ്ടല്ലേ? അല്ല, അതിനൊന്നും സൗണ്ട് ഉണ്ടായിരുന്നില്ല. അതുമല്ല, 4 അടിച്ചു കഴിഞ്ഞാൽ 5 തുടങ്ങി പണ്ട്